ഈ ആധുനിക യാത്രയാറിനെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു മൈക്കിൾ സാർ. ജെ മർഫിയുടെ കയ്യിൽ നിന്നും ഈ പ്രദേശം ഏറ്റെടുക്കുമ്പോൾ വികസനം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു പ്രദേശമായിരുന്നു. അത് മാത്രമല്ല, ലയങ്ങളും തോട്ടം മേഖലയുമൊക്കെ ആയിരുന്ന ഈ പ്രധാനമായ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം തിരിച്ചറിഞ്ഞത് ഒരു പ്രദേശത്തിന്റെ വികസനം ആ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഊന്നി നിൽക്കുന്നു എന്നാണ്. അതിനുവേണ്ടി അദ്ദേഹം ഈ സ്കൂള് സ്ഥാപിച്ചു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്തിന്റെ മട്ടും ഭാവവും എല്ലാം മാറി ഇന്ന് കാണുന്ന എംബിആറായി ഇത് രൂപപ്പെട്ടു. 1998 ഈ സ്കൂള് +2 സ്കൂളായിട്ട് ഉയർത്തപ്പെട്ടു. നിങ്ങൾക്കറിയാം, മുണ്ടക്കയ പ്രദേശത്ത് പോലും ഒരു +2 സ്കൂള് ഇന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെറിയ ഗ്രാമപ്രദേശത്ത് ഈ സ്കൂളിനെ അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ട് +2 ആയിട്ട് ഉയർത്താൻ ഇടയായത്. അങ്ങനെ നമ്മുടെ പ്രദേശം ഈ നാടിന്റെ ആകെ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുകയായിരുന്നു. നമ്മളെല്ലാവരും ഇന്ന് ഒത്തുചേരാനായിട്ട് ഇടയായ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് ഒരു മിനിറ്റ് മൗനം ആചരിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കാം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു മിനിറ്റ് നേരം മൗനമാണ്. മൈക്കിൾ സാറിനെ പറ്റി 1-2 വാക്കുകൾ സംസാരിക്കാനായിട്ട് ഞാൻ ജോസ് സാറിനെ വിളിക്കുന്നു. സ്നേഹമുള്ള പ്രദീപ് സാറ്, ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികളെ, മൈക്കിൾ സാറ് ഒരുപക്ഷെ ഇവിടുത്തെ സീനിയർ ടീച്ചേഴ്സിൻ്റെ മനസ്സിലെല്ലാം നല്ല ഓർമ്മകൾ നിറച്ചാണ് യാത്രയായിരിക്കുന്നത്. ഞങ്ങളെല്ലാം സാറിൻ്റെ കീഴിലാണ് ജോലി ആരംഭിക്കുന്നത്. ഒരുപക്ഷെ അതിലെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ എത്തിയ വ്യക്തികളിൽ ഒരാളാണ് ഞാനും. 2007 മൈക്കിൾ സാറ് ഏറെ സ്നേഹത്തോടെ ഈ സ്കൂളിൽ ജോലി തരികയും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും പേര് ചൊല്ലി വിളിച്ചിരുന്ന വ്യക്തിയായിരുന്നു മൈക്കിൾ സാറ്. സാർ എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളിലെത്തുമായിരുന്നു. എത്തുന്ന സമയത്ത് എല്ലാ സ്റ്റാഫിന്റെ കാര്യവും അന്വേഷിച്ചു പോകുമായിരുന്നു. അത്രയും കൃത്യതയോടുകൂടി ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ബിൽഡിങ്ങില് എല്ലാ ഫ്ലോറിലൂടെയും അദ്ദേഹം നടന്ന് ശ്രദ്ധയോടെ നടക്കുമായിരുന്നു. സാറ് വരുന്നതിന് തൊട്ട് മുമ്പ് കോമ്പൗണ്ട് വൃത്തിയാക്കി അത്രയും ഭംഗിയായിട്ട് സ്കൂൾ ഒരുങ്ങുമായിരുന്നു. മാനേജർ വെള്ളിയാഴ്ച വരും, അതുകൊണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം സ്കൂളിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പർ പോലും ഇല്ലാതെ സ്കൂൾ മുറ്റം അത്രയും വൃത്തിയാക്കി സാറ് വരുമ്പോൾ, ഇല്ലെങ്കിൽ സാർ അത് നോക്കി കൃത്യമായിട്ട് പറയും. കുട്ടികളെയും കൊണ്ടും അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഏറ്റവും നല്ല ചില ഓർമ്മകളുള്ളത്, സാറ് കാർഷിക മേഖലയിൽ ഏറെ സംഭാവന ചെയ്ത വ്യക്തിയാണ്. സാറിന് പലയിടങ്ങളിൽ എസ്റ്റേറ്റുകളുണ്ട്. അതിലേറെ സാറിൻ്റെ കൊച്ചുമറഫിയുടെ നിങ്ങൾക്കറിയാം പബ്ലിക് സ്കൂളിന്റെ താഴെ സാറ് ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും ഓരോ ഫലവൃക്ഷങ്ങൾ കൊണ്ടുവന്ന് അവിടെ നട്ടുപിടിപ്പിക്കുമായിരുന്നു. അവിടെ പഠിച്ച കുട്ടികളൊക്കെ അറിയാം, അതിന്റെ കോമ്പൗണ്ടിൽ പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ നിൽക്കുന്ന എപ്പോഴും കാണാം. അപ്പം വളരെയേറെ മനുഷ്യസ്നേഹിയായ വ്യക്തിയായ മൈക്കിൾ സാറ് ഒരുപക്ഷെ ഇന്നും അധ്യാപകരുടെ ഇടയിലും ഈ നാട്ടിലെ മുതിർന്ന ആൾക്കാരുടെ ഇടയിലുമെല്ലാം അദ്ദേഹത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. ഈ സ്കൂള് കൂടാതെ അദ്ദേഹം സ്ഥാപിച്ച കൊച്ചുമറഫി സ്കൂള്,
പബ്ലിക് സ്കൂള്, അതുപോലെ തന്നെ പാപ്പം മെമ്മോറിയൽ, മുണ്ടക്കയത്തെ പാപ്പം മെമ്മോറിയൽ സ്കൂള്, ഈ 3 സ്കൂളുകൾ, അതുകൂടാതെ സാറിൻ്റെ പൈകയിൽ മല്ലികശ്ശേരിയിലുള്ള ഫാക്ടറി, പിന്നെ ഹൈറേഞ്ചിൽ വിവിധയിടങ്ങളിലുള്ള എസ്റ്റേറ്റ്, എല്ലാം കൂടെ ധാരാളം ജീവനക്കാർ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവരെയെല്ലാം വ്യക്തിപരമായിട്ട് അറിഞ്ഞ ആളാണ് മൈക്കിൾ സാറ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ളവർക്കും മൈക്കിൾ സാറിന്റെ ഓർമ്മ എന്നും നിലനിൽക്കുന്നതാണ്. നിങ്ങളുടെ പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും ഒക്കെ സാറിന് നന്നായിട്ട് അറിയാവുന്നതാണ്. സാറിന്റെ ഓർമ്മകൾ അത് ഓരോ വർഷം കഴിയുന്തോറും ഒന്നുകൂടി തേജസ് കൂടുന്നതേ ഉള്ളൂ. സാറിന്റെ പ്രവർത്തനം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അതിന്റെ ഫലം അനുഭവിച്ച നാടാണ് ANDR. പ്രതിഭ സാർ അത് സൂചിപ്പിച്ചു. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഒക്കെ ആയിട്ട് ഉയർത്തപ്പെട്ടപ്പോൾ ഈ നാട് ഒന്നുകൂടി വികസിച്ചു. തൊട്ടടുത്ത ഏത് ഗ്രാമങ്ങളെക്കാളും അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ധാരാളം കടകളുമെല്ലാം വന്ന് ഇതൊരു ചെറിയ പട്ടണത്തിന്റെ ലെവലിലേക്ക് ഈ ഒരു ഗ്രാമം മാറി. ഈ സ്കൂളിനോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ സാറിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ അനുസ്മരിക്കുന്നു. സാറിന്റെ ഓർമ്മകൾ ഇവിടുത്തെ ജീവനക്കാരിൽ എല്ലാവരിലും ഉണ്ട്. അത് അവരുടെ കാലം കഴിയുന്തോറും നിങ്ങൾ ആനിവേഴ്സറിയിൽ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ എല്ലാവരും സംസാരിച്ച് തുടങ്ങുന്നത്, അവരുടെ നന്ദി പറഞ്ഞു തുടങ്ങുന്നത് മൈക്കിൾ സാറിൽ നിന്നാണ്. ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങളധികം ശ്രദ്ധിക്കുന്നില്ല. കൂടെ സഹപ്രവർത്തകരായ അധ്യാപകർ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ആ സമയത്ത് വർത്തമാനം പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാതെ പോകുന്നത്. അപ്പം മൈക്കിൾ സാറിനെ അനുസ്മരിച്ചാണ് എല്ലാവരും പ്രസംഗം തുടങ്ങുന്നത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സാറിന്റെ ഓർമ്മകൾ അത് നിങ്ങളിലേക്കും കൂടെ പകർന്നു തരിക എന്ന ഉദ്ദേശത്തിലാണ് ഇന്ന് ഈ ഒരു ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചത്. നാളെയാണ് സാറിന്റെ ചരമവാർഷികം. അപ്പോൾ സാറിന്റെ ജീവിതം ഞങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ ഒരു പാഠപുസ്തകം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. അധ്യാപകര്, ടീച്ചേഴ്സ് എല്ലാവരും വന്ന് പൂ ഇട്ട് സാറിനോടുള്ള ആദരവ് അർപ്പിക്കാനായിട്ട് ടീച്ചേഴ്സ്, അധ്യാപകരും അനധ്യാപകരും എല്ലാവരും, ഓഫീസ് സ്റ്റാഫ് എല്ലാവരും ഒന്ന് വരുമോ? അധ്യാപകരായിട്ടുള്ളവരെല്ലാവരും റെക്കോർഡ് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ടീച്ചേഴ്സിന്റെ തൊട്ട് പുറകിലായിട്ട് ഓരോ ക്ലാസ്സിൽ നിന്ന് 2 കുട്ടികൾ ലീഡേഴ്സ് വന്ന് പൂക്കൾ അർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കും. Thank you.